ആരംഭിക്കില്ലാങ്ങളാ. ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, അത് മതി. താടിയ ആശാനെ മുള്ള് ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയ കൊന്നുകളയും ഞാൻ. മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാനറിയാം. അറിയാമോ? തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാം. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാ തെണ്ടി. ആണോ? ദേ പാമ്പ്. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തെടുക്കണ്ടേ ഏട്ടാ? തിരിയെടുക്കട്ടെ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. ഈ പിള്ളേരൊക്കെ ഏതാ? വടക്ക് രണ്ടും എന്റെ, തെക്ക് രണ്ടും പൊന്നപ്പന്റെ. നരവന്തി എന്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു. പൊന്നപ്പനെ ഇട്ടിട്ട് പോയി. അത് നന്നായി. നേരി കർത്താവിന്റെ അമ്മയുടെ പേരുമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിന്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത്. നേരി ഷാജിയേട്ടോ, ഒരു കാര്യം ചോദിക്കട്ടെ, പോരുന്നോ എന്റെ കൂടെ? അടുത്ത ജംഗ്ഷൻ വിടാം, അവിടെ ആകുമ്പോൾ കുറച്ച് കച്ചവടം കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെയാ കറക്റ്റ് സ്ഥലം. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്താ സാർ, ഈ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. എന്ത് പറ്റി സാർ? എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ മാറ്റി തരാം സാർ. ഇല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സ്പൂണില്ലേ? അത് ഞാനാണോ കൊണ്ടുവരേണ്ടത്? സോറി സാർ, ഇപ്പൊ തരാം. സൂപ്പ് കൊടുത്തോണ്ട് പോകും. പുള്ളി എവിടെ പോയി? ഇപ്പൊ വരാൻ വേണ്ടി പോയിരിക്കുക. എന്താ കാര്യം? ഇപ്പൊ വരുമല്ലോ, അപ്പൊ ചോദിക്കാം. എത്ര നാളാ ഇവിടെ വന്നിട്ട്? അതിന് ഞാനൊന്നും പോയില്ലല്ലോ. നല്ല പരിചയമുണ്ട്. നല്ല പരിചയം. ഞാൻ ഇവരോടല്ല നിങ്ങളോട് ചോദിച്ചത്, പക്ഷെ ഇവരന്ന് തെറ്റിദ്ധരിച്ചു. അയാൾ ആ സെറ്റ് അയച്ച് കാസറ്റ് ഇവിടെ കൊണ്ട് തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. അയാളൊക്കെ അസ്റ്റാറ്റി തെങ്ങ് വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. ഇതാണ് അന്നദാന രേഖ. ഞാൻ കാക്കല്ല. ഇതാണ് ഒരു കൈ. ശരിക്കും ഹസ്തരേഖ ശാസ്ത്രം. എനിക്ക് ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു. എന്ന് നിങ്ങൾ പോയി സംസാരിക്കും. ഞാൻ സംസാരിക്കൂടാ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. എന്നാ കിഴവൻ ഈ സാധനത്തിനെ പിടിച്ച് എന്റെ ഏൽപ്പിച്ചോ അന്ന് തുടങ്ങിയതാ എന്റെ കണ്ടകശിനി. എന്ന് ഇങ്ങനെ എന്റെ കയ്യെ പിടിച്ചോ അന്ന് തുടങ്ങിയതാ ഈ നരകം. എന്താണ് ഇത്ര നരകം? ഒരുപാട് സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല. താൻ എന്നെ പ്രപഞ്ച സത്യം ഒന്നും പഠിപ്പിക്കണ്ട. അതൊക്കെ പഠിച്ച് അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ക്ഷമിക്കണം സാർ, ഞാനത് വിശ്വസിക്കില്ല. അങ്ങനെ മുഴുവൻ അരച്ചു കലക്കി പഠിക്കണമെന്ന് ആരെക്കൊണ്ട് പറ്റില്ല സാർ. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മനുഷ്യൻ വിദ്യാർത്ഥിയാണ്, സ്റ്റുഡന്റ്. ആദിപാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിത പാദം കാലക്രമേണ തോ.